കൊല ചെയ്തവനിക്കും അക്രമം ചെയ്തവനിക്കും പോലീസ് പ്രൊട്ടക്ഷനും നിയമങ്ങളും. ഇപ്പൊ പരീക്ഷ എഴുതിയത് കണ്ടില്ലേ? പരീക്ഷ നോക്കി എഴുതി അവനിക്ക് 1 വർഷം പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇത് കുത്തിക്കൊന്നവനിക്കും ഇങ്ങനെ ചെയ്തവനിക്ക് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരീക്ഷ. ഇതിനൊക്കെ പരീക്ഷ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ വളരെ മോശം സംവിധാനങ്ങളാണ്. അതിനെ ഗുണ്ടായുസത്തിന് സപ്പോർട്ട് കൊടുക്കുക. ഗുണ്ടകളൊക്കെ രാഷ്ട്രീയക്കാരന്റെ ആളുകളാണ്. എൻ്റെ പേര് കബീർ. ഞാൻ പാലക്കാട് മേഴ്സി കോളേജിന്റെ അവിടെ നിന്നാണ് വരുന്നത്. നേരത്തെ ഞാൻ മസാല ഉണ്ടാക്കുന്ന ക്ലാസ്സിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സോടനുബന്ധിച്ചാണ് എനിക്ക് ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ ഈ സോപ്പ് ഓയിൽ ഉണ്ടാക്കുന്ന ക്ലാസ്സിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പോൾ ക്ലാസ്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സോപ്പ് ഓയിലിനെ പറ്റിയും അതുണ്ടാക്കുന്ന കൂട്ടിനെ പറ്റിയൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അതുണ്ടാക്കി പരിശീലനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രമാണ് നമുക്കത് അതിൻ്റെ കൂട്ടൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്താ പറഞ്ഞാൽ ഇപ്പൊ ഇന്നലെ തന്നെ ഞങ്ങൾ സോപ്പ് ഓയിൽ ഉണ്ടാക്കുമ്പോൾ അത് വെള്ളം മാതിരിയായി. നമ്മൾ സ്പീഡിൽ ഇളക്കിയപ്പോൾ അപ്പൊ സ്പീഡിൽ ഇളക്കാൻ പറ്റില്ല, മെല്ലെ ഇളക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രാക്ടിക്കലിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിന് തന്നെ പങ്കെടുത്തത്. അപ്പൊ അതിന് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. 10-20 ആളുണ്ടായിരുന്നു പഠിക്കാമെന്നവര്. അവരൊക്കെ ആയിട്ട് പുതിയൊരു ബന്ധം, ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഈ പ്രായത്തില്. അതൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയാണ്. അവര് നല്ല രീതിയിലാണ് അവര് പഠിച്ചത്. പിന്നെ 2 ആൾക്കാർ നേരത്തെ പഠിച്ചവരും ഉണ്ട്, ഇതിനെപ്പറ്റി അറിയുന്നവരും ഉണ്ടായിരുന്നു. അവരും ഇതിന് പഠിക്കാൻ വേണ്ടി കൂടുതൽ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് അവരും വന്നിരിക്കുന്നത്. അപ്പൊ അവർക്കൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഗാന്ധി ആശ്രമത്തിൽ വെച്ചാണ് ഈ ക്ലാസ് നടത്തിയത്. ഗാന്ധി ആശ്രമത്തിൽ വന്നപ്പോൾ തന്നെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. ഈ സോപ്പ് തേക്കാണ്ട് കുടിക്കുന്നതിനെ പറ്റിയും പ്രകൃതിയോടനുബന്ധിച്ച് ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയും ഒക്കെ അവർ പറഞ്ഞു തന്നു. പിന്നെ നമ്മ സ്വദേശി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ സ്വന്തം സാധനങ്ങൾ ഉണ്ടാക്കുക, സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കുക, സ്വന്തം കൃഷി ചെയ്തുണ്ടാക്കുക. അങ്ങനെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ സാധനങ്ങൾ അടുത്തുള്ളവർക്ക് വിൽക്കുക, അവരുണ്ടാക്കിയത് നമ്മൾ വാങ്ങിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കുത്തക കമ്പനികളിനെയൊക്കെ ഒഴിവാക്കി നമ്മുടെ നാട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഈ പൈസ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കണം, പുറത്തു പോകാൻ പറ്റില്ല. അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ്. സ്വദേശി ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിൻ്റെ ഗുണങ്ങൾ നാട്ടില് ഗ്രാമങ്ങളിലുള്ളവർക്കൊക്കെ നിറയെ തൊഴിൽ കിട്ടും. ഇപ്പൊ വറ്റിലുണ്ടാക്കുക, കൊണ്ടാട്ടം ഉണ്ടാക്കുക, അങ്ങനെ പലതും നമ്മളുടെ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ സോപ്പൊക്കെ നമ്മൾ വലിയ വലിയ കമ്പനികളുടെ സോപ്പുകളെ വാങ്ങുന്നത്, അതൊക്കെ ഒരുപാട് കെമിക്കൽസ് ചേർത്തിട്ടുള്ളതാണ്. ഇതാകുമ്പോൾ നാട്ടിലുള്ള പല പച്ചലകൾ ചേർത്തിട്ടും വേപ്പിൻ്റെ ഇല ചേർത്തിട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നല്ല സോപ്പ് കിട്ടും. അവർക്ക് തേച്ച് നമ്മുടെ ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അതൊക്കെയാണ് സ്വദേശി ഉൽപ്പന്നം കൊണ്ട് ഞാൻ മനസ്സിലാക്കി. പിന്നെ ഖാദി വസ്ത്രങ്ങൾ ധരിക്കുക. ഇതിപ്പോ ഇവിടെ വന്നാൽ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മരങ്ങളൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ഈ ഷർട്ടുകളും ഇതൊക്കെ ഉണ്ടാക്കുന്നത് എന്ന്. പക്ഷെ ഖാദിന്റെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് വ്യത്യസ്തമായ രീതിയിലൂടെ ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ അത് മെഷീനിൽ ഉണ്ടാക്കുന്നു. ഇത് ആളുകൾ സ്വയം നെയ്യുന്നു. സ്വയം നെയ്യുമ്പോൾ കുറെ ആളുകൾക്ക് തൊഴിൽ കിട്ടും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിതുവരെ ഗാന്ധി ഭവൻ അങ്ങനെ ഗാന്ധിജിന്റെ തത്വങ്ങളൊക്കെ കുറച്ചൊക്കെ അങ്ങനെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഗാന്ധി ഭവനിൽ വന്നപ്പോഴാണ് എത്രയോ കാലങ്ങൾ നമ്മുടെ അവസാന കാലഘട്ടം നിർത്തുമ്പോൾ നമുക്ക് ഗാന്ധിജിയെ പറ്റി മനസ്സിലാക്കാനും ഒക്കെ സാഹചര്യങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഞാൻ ചെരുപ്പ് കടയായിരുന്നു. എനിക്ക് 10-35 വർഷങ്ങളോളം ഞാൻ ചെരുപ്പ് സ്വന്തം കമ്പനി മെഷീനൊക്കെ വെച്ച് ഉണ്ടാക്കിയ ആളാണ്. പക്ഷെ ഞാൻ ഈ 35 വർഷവും ഞാൻ ചെരുപ്പിട്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു പ്രകൃതി സ്നേഹിയായിട്ട് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്ന ആളായിരുന്നു. പിന്നെ ഞാൻ പാലക്കാട് ടൗണിൽ വന്നപ്പോൾ അവിടെയൊക്കെ വൃത്തികേടും ഇതൊക്കെ ആയിട്ട് എനിക്ക് ചെരുപ്പിടാണ്ട് പറ്റില്ല.
ആ അവസ്ഥയിൽ വന്നപ്പോഴാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഞാനും അങ്ങനെ ഗാന്ധിയൻ രീതിയിലൊക്കെ ജീവിച്ചാളോ, അതേമാതിരി വേപ്പും പേരും കൊണ്ട് പല്ലു തേക്കുക അങ്ങനെയൊക്കെ ചെയ്താണ്. ഇപ്പൊക്കെ മാറി, കാലങ്ങൾ മാറുമ്പോ നമുക്കത് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടാവുന്നുണ്ട്. ആളുകൾ കളിയാക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് അതിനെ ധീരതയോട് നേടുന്നവർക്കാണ് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. എന്റെ ഒരു സഹോദരന്റെ മകനുണ്ട്, ഓട്ടിസമുള്ള കുട്ടിയാണ്. അപ്പൊ അവൻ രാത്രിയും പകലും പല സമയത്തും നമ്മ ഗേറ്റ് പൂട്ടിയിട്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്കോടി ആ റോഡ് സൈഡ് നോക്കി നടക്കാനോ അല്ലെങ്കിൽ കടയിൽ പോയി പൈസ കൊടുത്ത് സാധനം വാങ്ങാനോ അവർക്കറിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെ പല രാത്രി 1 മണിക്കൊക്കെ 2 കിലോമീറ്റർ ദൂരത്തൊക്കെ പോയി ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അവനെ ഈ നാട്ടിലുള്ളവർ അറിയണം, അടുത്തുള്ളവർ അറിയണം. അപ്പൊ അവനെ പിടിച്ചേൽപ്പിക്കും. അതിനുവേണ്ടി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങി, 5 വർഷമായി തുടങ്ങിയിട്ട്. പിന്നെ ഒരു 2 വർഷം മുമ്പാണ് അതങ്ങനെ കയറി വന്നത്. ഇപ്പൊ നമുക്ക് 2 ലക്ഷത്തിനടുത്ത് സബ്സ്ക്രൈബർ ഉണ്ട്. മാസം 10,000 15,000, ചില മാസം 20,000 ഒക്കെ വരുമാനമുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ വരുമാനമൊന്നുമില്ല, എങ്കിലും അതും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് അവനിപ്പോ എല്ലാവരും അറിയും. ഇനിയിപ്പോ അവൻ അവിടെ പോയാലും പിടിച്ചുകൊണ്ടുവരും. അവനക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, ഓട്ടിസം കുട്ടികളുടെ അമ്മമാരുടെ ഗ്രൂപ്പുണ്ട്. അപ്പൊ വയസ്സായ ഞങ്ങളിപ്പോ 23 വർഷം കഴിഞ്ഞവരാണല്ലോ. അപ്പൊ ചെറിയ 5 വയസ്സ് 3 വയസ്സ് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഞങ്ങൾ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കും. അവർക്ക് അറിയാത്ത കാര്യങ്ങൾ ഞങ്ങളോട് ചോദിക്കും. ഈ മേഖലയ്ക്ക് എത്തുമ്പോൾ ഒരുപാട് കഷ്ടങ്ങളുണ്ട്. അപ്പൊ അവർക്ക് ഞങ്ങൾ ഉപദേശം കൊടുക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ സൗജന്യമായിട്ടാണ് ഈ ഗ്രൂപ്പിലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവര് വീട്ടില് ഇരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയല്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യണം, ഒരു 3-4 മണിക്കൂർ അവർക്ക് എന്തെങ്കിലും ചെയ്യണം. അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നത് തന്നെ. പക്ഷെ എനിക്ക് ഇവനെ കൊണ്ട് സോപ്പ് ഓയിൽ ക്ലാസ് ഒന്നും ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ പറയുന്നത്, കെമിക്കലാണ്. അവര് ബുദ്ധിയില്ലാത്ത കുട്ടികൾ കുടിക്കും, ഇതൊക്കെ ചെയ്യും. പിന്നെ എന്താണ് പറയുക, നമ്മൾക്ക് ഉണ്ടാക്കി നമുക്ക് സ്വന്തം വീട്ടിലൊക്കെ അടുത്ത വീട്ടിൽ കൊടുക്കാൻ, നമ്മൾക്ക് ഉപയോഗിക്കാൻ. പുറത്തൊക്കെ നല്ല വിലയല്ലേ, ആ ഒരു ഗുണം കിട്ടും. അതൊക്കെയാണ് ഞാൻ പിന്നെ കണക്കാക്കിയത്. പക്ഷെ മസാല ക്ലാസ് എനിക്ക് നല്ല ഉപകാരപ്പെട്ടു. അത് ഞാൻ എന്തായാലും ഈ നോയമ്പ് കഴിഞ്ഞ ഉടനെ തുടങ്ങുന്നത്. അതിനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് സാധനങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് ഒരു വലിയൊരു ഉപകാരമായിട്ടുണ്ട്. അപ്പൊ മസാല ക്ലാസ്സിൽ ഒരു 3 ആളുടെ അടുത്ത് ഉണ്ടായിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഒരേ റെസിപ്പിയാണ്. എല്ലാവർക്കും 5 ഗ്രാം ഉപ്പ്, അതേമാതിരി 10 ഗ്രാം മുളക് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിലാണ് കൊടുത്തത്. പക്ഷെ ഉണ്ടാക്കിയിട്ട് വന്നപ്പോ 3 ആളുടെ 3 കളറായി. അതെന്താ പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അവര് വളക്കുന്നത്, അത് കരിയണത്, വറുക്കണതിന്റെ താമസം, ചിലവര് കൈയളവിൽ മുളക് പൊടി ഇത്തിരി കളർ വരാനിട്ടിടുക. പക്ഷെ 3 വ്യത്യസ്ത ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു, വ്യത്യസ്ത ടേസ്റ്റ് ആണ്. പക്ഷെ 3 കളറാണ്. അപ്പൊ നമ്മൾ ഒരു 10 ആള് സോപ്പ് ഉണ്ടാക്കുകയാണെങ്കിലും അതിന്റെ ഇളക്കലും കൂട്ടും എല്ലാം പാകങ്ങളൊക്കെ വരുമ്പോ 10 തരത്തിലുള്ള മെത്തേഡ് ഉണ്ടാവും, അത് ഉറപ്പാണ്. അതാണ് കുക്കിങ്ങിന്റെ രീതിയിൽ. ഇപ്പൊ ചിലവര് ബിരിയാണി വെച്ചാൽ അവർ വെച്ച് നന്നായി, ഇവര് വെച്ച് നന്നായി പറഞ്ഞ അത് പാകം ചെയ്യും. ഞാൻ യൂട്യൂബിലൊക്കെ കുക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം. പലരും പാകം, ഇപ്പൊ 10 ആൾക്ക് ഒരേ രീതിയിൽ സാധനം കൊടുത്ത് ഉണ്ടാക്കാൻ 10 തരത്തിലായിരിക്കും ടേസ്റ്റിലൊക്കെ കിട്ടുക. അത് ദമ്മിടുന്ന അവിടെയുണ്ട്, തീ കത്തിക്കുന്ന സ്പീഡിലുണ്ട്, വിളക്കുന്ന സ്പീഡിലുണ്ട്, എല്ലാതും വ്യത്യസ്തമായിരിക്കും. ഇതേമാതിരിയാണ് സോപ്പിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കണം. ആ വിളക്കലും അതിന്റെ ഒഴിക്കലും പാകങ്ങൾ, അതിൻ്റെ ഉണ്ടാകുന്ന ചൂട് എല്ലാം അങ്ങനെയാണ് കുക്കിങ്ങിന്റെ രീതികൾ, പാകത്തിന്റെ രീതികൾ. അതാണ് ചിലവിന് നല്ല ടേസ്റ്റ് പറയുന്നത്. പിന്നെ മസാലകളും പല മണങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ടേസ്റ്റ് മാറും. കെമിക്കലുകളും അതേമാതിരി വ്യത്യസ്ത കെമിക്കൽ ഉണ്ടാവും, ഓരോ ഗ്രേഡ്, അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അതിനുണ്ടാവും. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് കൂടുതൽ അറിയില്ല, ഞാൻ സുമാറ് മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. എല്ലാവരും പുതിയ ഒരു പക്വത ആളുകളാണ് ഇതിലൊക്കെ പഠിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ഒരു 10-25 വയസ്സിന്റെ അപ്പുറമുള്ളവരും പിന്നെ 10-60 വയസ്സ് പ്രായമുള്ളവരൊക്കെയാണ് ഇത് പഠിക്കാൻ വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞാൽ ചെറുപ്പപ്രായത്തിലൊന്നും ഇതൊന്നും പഠിക്കാറില്ല. നമ്മുടെ സ്കൂൾ തലത്തിൽ വളരെ മോശം അനുഭവമാണ്. എന്താ പറഞ്ഞാൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്കും ഒരു കുട്ടികൾക്ക് എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുക എന്നുള്ള രീതി നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇല്ല. ഇപ്പൊ അമേരിക്കയിലൊക്കെയാണ് പറഞ്ഞാൽ 15 വയസ്സ് കഴിഞ്ഞ് അവര് സ്വന്തം സമ്പാദിക്കണം, എന്നിട്ടാണ് പിന്നെ മോളിക്ക് പഠിപ്പ്. അവരൊന്നും ഒരു ഹോട്ടലിൽ പോയി പാത്രം കഴുകുക അല്ലെങ്കിൽ സ്വന്തം ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മുടെ രീതിയിൽ അങ്ങനെയല്ല. അവന് അത്ര 30-50 വയസ്സായാലും രക്ഷിതാവ് സംരക്ഷിക്കുന്ന നിയമങ്ങളാണ്, അത് മാറ്റണം. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ചില കൈത്തൊഴിലുകൾ പഠിപ്പിച്ചു വരണം. ഇത് പ്രത്യേകം വേണ്ട രീതിയാണ്. അതേമാതിരി ഡ്രൈവിംഗ്, റോഡിൽ എങ്ങനെ മര്യാദ പാലിക്കണം. നമ്മളെക്കൊണ്ട് ദുബായിലൊക്കെ ഓട്ടുന്ന ഒരു വെള്ളം വരണ്ട അവിടെ എത്തി എത്ര സ്പീഡ് വരുന്ന അവൻ അത്ര സ്റ്റോപ്പ് ചെയ്യും. നമ്മുടെ അവിടെ വെള്ളം വരണ്ട അവിടെ എത്തി പിന്നെ ഹോർൺ അടിക്കുകയും ചെയ്യുക. ബുദ്ധിയുള്ളവരിൽ പോകും, കണ്ണ് കാണാത്തവരും ഇങ്ങനെ പൊക്കിയിട്ട് കൈപൊക്കിയ വണ്ടി നിർത്തുന്നത് ആർക്കറിയും? ലൈസൻസ് എടുക്കുന്ന ആർക്കറിയും? ആർക്കും അറിയില്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ നമ്മുടെ സ്കൂളുകളിൽ കൊടുക്കണം. അതേമാതിരി തൊഴിൽ പരിശീലനം കൊടുക്കണം. ഇപ്പൊ സോപ്പ് ഉണ്ടാക്കാൻ പഠിപ്പിക്കണം,
കറി മസാലപ്പൊടി ഉണ്ടാക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കണം. അതേമാതിരി ഇന്നത്തെ സാങ്കേതിക വിദ്യയില് സൂര്യപ്രകാശനം കറണ്ട് എടുക്കുന്നത് ഇതൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അവര് 10ാം ക്ലാസ് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തൊഴിൽ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. ഒരു കക്കൂസിൽ ഒരു ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അവിടെ പോയി എന്നമാതിരി ഒരു വൃത്തിയാക്കിയിട്ട് വരാനുള്ള ഒരു സംവിധാനം പഠിപ്പിച്ചു കൊടുക്കും. ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് മോശമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എല്ലാവരും കള്ളും വെള്ളത്തിന്റെയും ഇങ്ങനെയുള്ള മയക്കുമരുന്നിന്റെ പിന്നാലെ പോണത്. നമുക്ക് മൊബൈൽ ഫോണൊന്നും ഇന്ന സംവിധാനത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല. അതൊക്കെ നിർബന്ധമായ കാര്യമാണ്. അതൊന്നും ഒഴിവാക്കിയിട്ടുള്ള ജീവിതം ഇനിയുള്ള കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലാണ് തൊഴിലും വരുമാനവും എല്ലാം കിടക്കുന്നത്. അപ്പൊ അത് ഒഴിവാക്കിയിട്ടുള്ള സംവിധാനങ്ങളൊന്നും പറ്റില്ല. നമ്മ കുട്ടികളിനെ പുതിയ തൊഴിലിലേക്കും സംസ്കാരത്തിലേക്കും തുടക്കത്തിൽ തന്നെ കൊണ്ടുവരണം. നമ്മ പലവരും പ്രായമായിട്ടാണ് ഇപ്പൊ ഒരു തൊഴിൽ കണ്ടിട്ട് നടക്കുന്നത്. അതെന്താ പറയുക, നമ്മുടെ കുടുംബ ചെലവ് താങ്ങുന്നില്ല. ചെറിയ പൈസയിലൊന്നും ജീവിച്ചതൊന്നും മുതലായി കഴിയില്ല. എല്ലാത്തിനും ചെലവ് കൂടുതലാണ്. അപ്പൊ വീട്ടിലുള്ള ഭർത്താക്കന്മാരെയും അവിടുത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പലരും പഠിക്കാൻ വന്നിരിക്കുന്നത്. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞാൽ തുടങ്ങണമെന്നാണ്. 10ാം ക്ലാസ് വരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഒരു 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 സ്കൂളിൽ കുറഞ്ഞതൊരു 10 ദിവസം, 8ാം ക്ലാസ്സിൽ ഒരു 10 ദിവസം 20 ദിവസം ഇതിനു വേണ്ടി ഒരു ക്ലാസ് മാറ്റി വെക്കണം. അതുമാതിരി അടുത്ത വർഷം അതേമാതിരി ഒരു ക്ലാസ് മാറ്റി വെക്കണം. അങ്ങനെ ഇതിന് അവര് ഇറങ്ങി വരുമ്പോൾ ഒരു തൊഴിൽ ചെയ്യാനുള്ള പ്രാപ്തരായിരിക്കണം. അവര് പ്രാപ്തരായി കഴിഞ്ഞാൽ ചെറുപ്പം മുതൽ അവര് എന്തെങ്കിലും വീട്ടിൽ സമ്പാദിച്ച് അടുത്ത കടയിൽ കൊടുത്ത് അവര് സ്വയം പൈസ ഉണ്ടാക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞാൽ അവർ ഈ കഞ്ചാവും ഈ കണ്ണിൽ പിന്നാലും പിന്നെ അവർക്ക് അതിന് ഒഴിവുണ്ടായില്ല. ഇപ്പൊ നമ്മളൊക്കെ അങ്ങനെ വളർന്നു വന്നാണ് നമ്മുടെ ചെറുപ്പപ്രായത്തിലൊക്കെ. ഇന്ന് അങ്ങനെ വളരുന്ന രീതിയില്ല. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പാടങ്ങളിൽ പോകും, കൃഷി ചെയ്യും, അച്ഛനമ്മമാരുടെ കൂടെ പോകും, വളവിടും, എല്ലാം ചെയ്യും. ഇന്ന് അതൊന്നും ചെയ്യില്ല. ഇന്ന് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഈ സോപ്പ് അവര് ചേറും ചളിയിലും നിന്ന് തലമുറ ഇറങ്ങാൻ അത്ര ഇഷ്ടപ്പെടുന്നു നമ്മുടെ കേരളത്തിലുള്ളവര്. അപ്പൊ നമുക്ക് ഇങ്ങനെ ടെക്നിക്കലായിട്ടുള്ള ലെവലുകൾ ഒരുപാട് തൊഴിലുകളുണ്ട്. അധികം മേലെ ചളിയും പണിയൊന്നും എടുക്കാത്ത പണി. ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അത് വളരെ നല്ല കാര്യമാണ്. ഇത് നിർബന്ധമായി ചെയ്യണം. അതെന്നാലേ നമ്മുടെ കുട്ടികൾ ആ തൊഴിലിൽ കൂടെ അവർ പോകും. ആ തൊഴിലിൽ കൂടെ പോയി അവർക്ക് വിജയം കൈവരിക്കാൻ കഴിയും. ഇത് മറ്റു സാഹചര്യങ്ങൾ കിട്ടുമ്പോൾ അവർ വെറുതെ ഇങ്ങനെ ഉണ്ടാണ്ടിരുന്നിട്ട് ജോലി കിട്ടും പറഞ്ഞിട്ട് ജോലി കിട്ടൂല്ല, ഇവർക്ക് വരുമാനവും ഇല്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഒരു കച്ചവടം ആയിട്ട് നടക്കുകയാണ്. നമ്മളുടെ ക്വാളിറ്റി നന്നായി, സാധനത്തിന്റെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി നന്നായ ആദ്യം മെല്ലെയാണെങ്കിൽ പിന്നീട് തന്നെ തേടി വരും. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊക്കെ ആളുകൾ സ്വയം ഇങ്ങനെ പറഞ്ഞു വരും. അല്ലെ, ഞാൻ പഠിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ഒരുപാട് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് 4 സഹോദരന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചെരുപ്പ് കട തുടങ്ങി. എന്റെ കിട്ടുന്ന പൈസയൊക്കെ എനിക്ക് ഇങ്ങനെ എന്റെ വാപ്പ വാദമായി കിടക്കുകയൊക്കെ ആയിരുന്നു. അപ്പൊ എന്റെ കിട്ടുന്ന പൈസയൊക്കെ എനിക്ക് ഇങ്ങനെ പല രീതിയിൽ കുടുംബത്തിൽ ബാധ്യതയുള്ളതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് പിടിച്ചു നിന്നിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവിടെ ഞാൻ പിന്നെ അന്നത്തെ ജീവിത പ്രശ്നങ്ങളും കുടുംബ ജീവിത പ്രശ്നങ്ങളൊക്കെ കണ്ട് എനിക്ക് ജീവിതം അടുത്ത വിവാഹ ജീവിതത്തിലെ പലവരുടെയും പൊരുത്തക്കടായ ജീവിതം ഞാൻ കണ്ട് ഞാനതിന് മാറിയവനാണ്. അങ്ങനെയാണ് ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചത്. അഡ്ജസ്റ്റ്മെന്റ് ജീവിതത്തിന് നമുക്ക് തയ്യാറില്ലാവുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് ജീവിതമാണ്, അതിന് തയ്യാറില്ലാവുണ്ടാണ് ഞാൻ പിന്നെ അത് ഒഴിവായത്. അപ്പൊ എനിക്ക് എന്റെ കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടൊക്കെ സമ്പാദിച്ച് അത്യാവശ്യം വെച്ചിട്ടുണ്ട്. ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെ അതിനു വേണ്ടി 10 വർഷം ഞാൻ വെറുതെ ഇരിക്കുന്നു. ഇപ്പൊ 10 വർഷം കൊണ്ട് ഞാൻ വെറുതെ ഇപ്പൊ ആമയും മുതലിന്റെ കച്ചവടമായി. ഞാൻ അങ്ങനെ ചാടി പോയവൻ കീഴ്പിട്ടിക്ക് വന്നു. കീഴ്പിട്ടിക്ക് വന്നാൽ എനിക്ക് ജീവിക്കേണ്ടത് അത്യാവശ്യം മരിക്കുന്നവരെ ജീവിക്കേണ്ടത്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ അതൊക്കെ ഞാൻ സേഫ്റ്റി ആയി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പ്രശ്നമില്ല, ദൈവ അനുഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിനെ ഒന്ന് കൊണ്ടുവരണം. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 1000-ഓളം കുട്ടികളുണ്ട്. അവർക്ക് ഇത് പരിശീലനം കൊടുത്ത് അതിന്റെ അമ്മമാർക്ക് നമ്മ യൂട്യൂബ് ചാനലുണ്ട്, അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ മനസ്സിലാക്കും. അപ്പൊ അവര് വീട്ടിലെ അമ്മമാരൊക്കെ വെറുതെ ഇരിക്കണം. ഈ കുട്ടികളിനെ നോക്കി എവിടെ പോകാൻ പറ്റാണ്ട് പിന്നെ ആട് മേയ്ക്കണമാതിരി പിന്നാലെ നോക്കി നടക്കണം. ഈ കുട്ടികളിനെ കണ്ണ് അങ്ങോട്ട്, ഒരു കണ്ണ് വില്ലും വേണം, ഒരു കണ്ണ് നമ്മ ചെയ്യുന്ന പ്രവൃത്തിയിലും വേണം. അങ്ങനെയാണ് ഇങ്ങനത്തെ കുട്ടികളിനെ നോക്കുന്ന അമ്മമാരുടെ കഷ്ടം. അവർക്ക് എവിടെയും പോകാനും പറ്റില്ല. അപ്പൊ അവർക്ക് ഇങ്ങനെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരത് ചെയ്യും. അതിന് തൊട്ട് അടുത്ത 10 കടയില് ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ അവർ വാങ്ങുകയും ചെയ്യും. അപ്പൊ അവർക്കൊരു പുരോഗതി കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലും കൂടിയിട്ടാണ് ഞാൻ ഇതിക്ക് ഇറങ്ങി തിരിച്ചു വന്നത്. ഈ ഇത്രയും ദൂരം കൊണ്ട് കഷ്ടപ്പെട്ട്
ഇവിടെ വന്ന് ഇത് പഠിക്കാൻ വരുന്നതന്നെ. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് സ്വന്തം ഉണ്ടാക്കണമെന്നോ എനിക്ക് ഇതിലൂടെ പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം കൊണ്ട് വന്നതല്ലേ ഞാൻ. അതെ, നമ്മ സ്റ്റിക്കറൊക്കെ ആദ്യം സ്റ്റിക്കർ ഒട്ടി, പ്ലാസ്റ്റിക് കവറിൽ സ്റ്റിക്കർ ഒട്ടി, ആ രീതിയിലാണ്. എന്താ പറയുക, ആദ്യം തന്നെ പ്രിന്റൊക്കെ അടിക്കണേ ചെലവ് കൂടുതലാണ്. അപ്പൊ ആദ്യം സ്റ്റിക്കർ ഒട്ടിക്കാനാണ് പരിപാടി. പിന്നെ അത് നല്ല രീതിയിൽ വരികയാണെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. മഞ്ഞൾ വാങ്ങി വെച്ചിട്ടുണ്ട്, കുറെ സ്വന്തമായി പുഴുക്കി വെച്ചിട്ടുണ്ട്, അത് വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചുക്ക് സ്വന്തമായി ചുരണ്ടി വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞാൽ ചുക്ക് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഇഞ്ച് ചുരണ്ടി ഇട്ട് കഴിഞ്ഞാൽ അറിയും അത് വെള്ള കളർ ഉണ്ടായില്ല, മണ്ണിന്റെ കളർ ഉണ്ടാവുക. വെള്ള കളർ അങ്ങനെ വരുന്നത് അതിന് സൾഫർ പോയിക്കാണ്. ചെറിയ രീതിയിൽ സൾഫർ ആണെങ്കിൽ കുഴപ്പമില്ല, ചെറിയ രീതിയിൽ സൾഫർ ഒന്നും കുഴപ്പമില്ല, നമ്മുടെ ശരീരത്തിൽ സൾഫറൊക്കെ ആവശ്യമാണ്. പക്ഷെ ഇതങ്ങനെയല്ല, മാസം മാസം കയറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെക്കണം. അപ്പൊ ഫ്രീസറിൽ വെക്കണ ചെലവ് കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു മരുന്നിടും, ഗുളിക വെക്കും. ഇതൊക്കെയാണ് ചെയ്യുന്ന രീതികൾ. മഞ്ഞളുടെ കാര്യം അങ്ങനെ തന്നെ, എല്ലാ ധാന്യങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മ കഴുകി വൃത്തിയാക്കി ചെയ്യുക, നന്നായി കഴുകി വൃത്തിയാക്കി നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ വലിയ കമ്പനികൾക്കൊന്നും അതൊന്നും ആയില്ല, അവർക്കൊന്നും ചെയ്യാനായില്ല. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സാധനം സ്വന്തമായിട്ട് നല്ലത് ഉണ്ടാക്കി, ചിലപ്പോൾ കുറച്ച് പൈസ കൂടും. എന്താ പറയുക, കഴുകണം, വീണ്ടും ഉണക്കണം, അപ്പൊ വെയിറ്റ് കുറയും, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. കുറച്ച് പൈസ കൂടും, മറ്റുള്ളവരെ വെച്ച് 10 ശതമാനം 20 ശതമാനം കൂടും. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന വാങ്ങുന്നവര് ഇഷ്ടംമാതിരി ഉണ്ട്. ഇപ്പൊ നമ്മ കാലിടുന്ന ചെരുപ്പ് നല്ല പാക്കറ്റ് കുറയില്ല വരിക. നമ്മ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ റോഡ് സൈഡ് ചളിയും ചേട്ടിലും വെച്ചിട്ട് വെക്കുന്നത്. ഇതാണ് നമ്മുടെ അവിടുത്തെ രീതിയും സംസ്കാരവും. പക്ഷെ ഭൂരിഭാഗം ഇതാണ് അവസ്ഥ. വരും കാലത്തിൽ ഇതിനെയും വെച്ച് മോശം. ഞാനിരിക്കുന്ന പാലക്കാട്, ഞാനിരിക്കുന്ന ഏരിയയില് ഒരു 200 വീടുണ്ട്, കോളനി. എല്ലാ വീടും ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. അവിടെ 5 വയസ്സായ കുട്ടിയോ 20 വയസ്സിന് താഴെ കുട്ടികളൊന്നുമില്ല. ഒക്കെ 65 വയസ്സ് കഴിഞ്ഞ് പെൻഷൻ വാങ്ങുന്ന ആൾക്കാർ, അച്ഛനും അമ്മയും മാത്രം. മക്കളൊക്കെ അമേരിക്കയിലോ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. ഏതെങ്കിലും ഒരു മാസം, ഒരു 2 മാസം വരും, 1 മാസം ഭാര്യ വീട്ടിൻ്റെ അവിടെ പോയിരിക്കും. പിന്നെ അത്യാവശ്യം ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം മാത്രം അവിടെ ആള് കൂടും. പിന്നെ മരിക്കുമ്പോഴും ആള് കൂടുന്നു കാണാം. അവന് നോക്കാൻ ആരുമില്ല, ക്യാമറയും വെച്ചിട്ട് ഇരിക്കലാണ്. ആരും പുറത്ത് വരില്ല. നായി കടിക്കാൻ വന്നാലോ എന്തെങ്കിലും വീട്ടിലേക്ക് വഴി ചോദിച്ചാലും അവര് വന്ന് തുറന്ന് പറയില്ല, പറഞ്ഞു തരില്ല. പിന്നെ അത്യാവശ്യം അമ്മമാരിനെയാണ് പലവരും നോക്കുന്നുള്ളൂ, കുറവാണ്. ഇപ്പം ഇനിയിപ്പോ മക്കൾക്ക് നോക്കണമെന്നുണ്ട് വെക്കും, ഒക്കെ പഠിച്ച് 2 മക്കൾ 1 മക്കളൊക്കെയാണ് ഇപ്പൊ ഉള്ളത്. പണ്ടത്തെ മാതിരി നമ്മൾമാര് 8 മക്കളുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പോയി നോക്കും, അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരെങ്കിലും പോയി നോക്കും. ഇപ്പോൾ ഉള്ളവരൊക്കെ അവരുടെ 2 മക്കൾ 1 മക്കളാണ്. ഇതിന് പഠിക്കും, നേരെ അമേരിക്ക യൂറോപ്പിലേക്ക് എവിടേക്കെങ്കിലും പോകും, അവരവിടെ സെറ്റിലാവും. ഇവർക്ക് വേണമെങ്കിൽ പണം കൊടുക്കും. മരിച്ചാൽ മാത്രം കാണാൻ വരാനും കൂടി അവർക്ക് ഒഴിവില്ലാത്ത കഥയാണ് ഉള്ളത്. ഇനി ചിലവർക്ക് വന്ന് നോക്കണം ചെയ്യണമെന്നുണ്ട്, അവരുടെ സാഹചര്യം അതിനെ അനുവദിക്കില്ല. അവര് മക്കൾ അവിടെ പഠിക്കണ്ടാവും, അതിനെ ഒഴിവാക്കി വരാൻ പറ്റില്ല. മൊത്തം ഇവര്, ഞാൻ പറയണെങ്കിൽ എല്ലാ രക്ഷിതാക്കളും ഇരിക്കുന്ന കാലഘട്ടം വരെ അവര് അടിച്ചു പൊളിച്ച് ഈ പ്രപഞ്ചം, ഈ ദുനിയാവ് അനുഭവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് വലിയൊരു പ്രപഞ്ചമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഇരുന്ന് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടാൻ പറ്റില്ല. നമ്മുടെ കുറച്ച് പൈസ അതിന് മാറ്റി വെക്കണം. നമ്മൾ വസ്ത്രത്തിനും പല വീട്ടു ചെലവിനും മാറ്റി വെക്കണം. ഒരു ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ച് നമ്മൾ വർഷത്തിലൊരിക്കൽ നമ്മുടെ ഈ പ്രപഞ്ചം ഇത് ഭയങ്കര സൗന്ദര്യമുള്ളതാണ്. ഇത് നമുക്ക് ഇനിയൊരു ജന്മം ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് നമ്മൾ കണ്ട് ആസ്വദിക്കണം. നമ്മുടെ ബന്ധങ്ങള് ഇത് ഈ കഴിഞ്ഞു, മരിച്ചുപോയ എല്ലാം കഴിഞ്ഞു. അപ്പൊ ബന്ധങ്ങൾ നമ്മൾ നല്ല നിലയിൽ നിലനിർത്തണം. കൂട്ടുകുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം, ചങ്ങാതിമാരുടെ ബന്ധങ്ങൾ. ഇപ്പൊ നമ്മളൊക്കെ അറിയാണ്ട് സാന്ദർഭികമായി പരിചയപ്പെട്ടവരാണ്. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ നിലനിർത്തുക. നമുക്ക് യൂട്യൂബിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ബന്ധമുള്ളവരുണ്ട്. പലവരും വിളിക്കുന്നുണ്ട്, എവിടെയോ കിടക്കുന്നവരൊക്കെ വിളിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് വിളിക്കും, കാനഡയിൽ നിന്ന് വിളിക്കും. നമ്മളൊന്നും അവര് കണ്ടിട്ടേ ഇല്ല. അവരൊക്കെ എത്രയോ ആളുകൾ നമ്മളെ വിളിക്കും, വളരെ സ്നേഹമാണ്. അപ്പൊ ഈ ബന്ധങ്ങൾ നിലനിർത്തുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഒരാളെ മുഷ്പിച്ചിട്ടോ കറുത്ത വാക്ക് പറഞ്ഞിട്ടോ മുഖം മുറിഞ്ഞു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കുറച്ച് കാലങ്ങളെ നമുക്കുള്ളൂ. നമുക്ക് പറ്റിയില്ല, ശരിയല്ലയോ, ഒഴിഞ്ഞു പോവുക. അത് നേരാക്കാനും ഒക്കെ പുകയുന്ന ശരിയായില്ല. നായിന്റെ വായിൽ ഇങ്ങനെ ഓർക്കൊള്ളിട്ട ഒന്നും ഒരു ഒന്നമാതിരിയാണ്. അപ്പൊ അതിന്റെ പിന്നാലെ നമ്മൾ നടക്കാണ്ടിരിക്കുക. നമുക്ക് ശരിയല്ലേ, നമ്മൾ ഒഴിഞ്ഞു മാറുക. നമ്മുടെ ഒരു നല്ല മനസ്സും നല്ല തീയറിലായിട്ട് പോകുക. അല്ല, സാമ്പത്തിക അവര് എത്ര പണി പൈസ കൊടുക്കാൻ തയ്യാറാണ് മക്കള്. ഈ അമ്മനെയും അച്ഛനെയും നോക്കാൻ അവര് പണവും എത്ര പണിയും ചെലവാക്കാൻ തയ്യാറാണ്. പിന്നെ അച്ഛനമ്മമാർക്ക് ഇഷ്ടംമാതിരി മുതലുണ്ടല്ലോ. മുതലില്ലാത്ത അച്ഛനമ്മമാർ ആരാ ഉള്ളത്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവരിന്റെ സർക്കാരും പല സംവിധാനങ്ങളുടെ നോക്കാൻ. ഇന്ന കാലത്ത് അതൊന്നും ബുദ്ധിമുട്ടില്ല. ഇന്ന കാലത്ത് ഒരാൾ ബുദ്ധിമുട്ടി കേരളത്തിനെ സംബന്ധിച്ചോളം, മറ്റു സ്റ്റേറ്റിനെ സംബന്ധിച്ചോളം, കേരളത്തിനെ സംബന്ധിച്ചോളം ഒരാൾ ബുദ്ധിമുട്ടി കിടക്കുന്നു പറഞ്ഞാൽ അവനെ പൊക്കി അങ്ങോട്ട് കൊണ്ടുപോകാൻ ഇഷ്ടംമാതിരി ആളുണ്ട്.
ഇവിടെ അതന്നെ പ്രശ്നം. അവർക്ക് വരാൻ ഒഴിവില്ല, പണം ചെയ്യാൻ തയ്യാറാണ്, പഠിക്കാൻ നിർത്താൻ തയ്യാറാണ്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർക്ക് സ്വന്തം മക്കളുടെ നിന്ന് കിട്ടുന്ന സ്നേഹം കിട്ടുക തന്നെ വേണ്ട. പക്ഷെ എന്നാലും ഈ അച്ഛനമ്മമാര് മക്കളെ വിട്ടുകൊടുക്കില്ല. മനസ്സിലവർക്ക് വേദന ഉണ്ടാവും. അവര് കഷ്ടപ്പെട്ട് വളർത്തിയല്ലേ, അവര് വിട്ടുകൊടുക്കില്ല. പക്ഷെ അവരിന്റെ എല്ലാ ഇതും ഒതുക്കി അവിടെ ജീവിക്കും. നമ്മൾ നാളെ അങ്ങനെയൊക്കെ അതിനെയും വെച്ച് മോശം, ഇന്നത്തെ സ്ഥിതിയല്ല ഇതിനെയും വെച്ച് മോശമാണ് നമ്മളുടെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ രീതി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നമ്മളുടെ സ്പീഡായ ജീവിത രീതിയൊക്കെ തന്നെ, അല്ലാണ്ട് മൂല്യങ്ങൾ കുറയുക, അതൊക്കെ തന്നെയാണ്. അല്ലാണ്ട് ഇപ്പൊ ഈ അച്ഛനും നന്നായിരിക്കും ഇവര് നോക്കാത്ത കേടവണ്ടൊന്നും അല്ല. ചില സാഹചര്യങ്ങൾ അതിന് അനുവദിക്കില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളാണ്. ഭാര്യയും ഭർത്താവും ജീവിക്കുക, അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം, അവിടെ പോകുക, അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നോക്കുകയാണെങ്കിൽ ഈ വയ്യാത്ത കുട്ടികളില്ലേ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവരൊക്കെയാണ് കുറച്ച് സമാനം വിചാരിക്കും. അവനൊന്നും കിട്ടും, സ്നേഹിക്കാൻ അവന്റെ അടുത്തൊക്കെ പെരുമാറിയ നിഷ്കളങ്കരായ കുട്ടികളാണ്. നമുക്ക് പേർക്ക് അവന് പേടിയൊക്കെ തോന്നും. പക്ഷെ ഇവരിന് അത്ര സ്നേഹമുള്ള ഒരു ജന്മം ലോകത്ത് വേറെയില്ല. അത് അവരോട് ഇടപഴകിയല്ല. ഞാനൊക്കെ പിന്നെ ഇപ്പൊ എനിക്ക് കാണാതിരിക്കാൻ പറ്റും. ഇന്നത്തെ കുട്ടികൾ എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് അവരോട് ഇടപഴകാൻ ആദ്യം പേടിയായിരിക്കും. ഇടപെട്ട് കഴിഞ്ഞാൽ അവർ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതുമാതിരി വഞ്ചിക്കാനും തോൽപ്പിക്കാനും അവർക്കറിയില്ല. അവർക്കൊന്നും നിഷ്കളങ്കരാണ്. നമ്മൾക്കൊക്കെ ഉള്ളിലൊക്കെ ഓരോ പണികളുണ്ട്. നമുക്ക് പിന്നാലെ കുത്തുക, ഇതാണ് നമ്മളുടെ രീതി. പിന്നാലെ ഒന്നിൽ കുറ്റമെങ്കിലും പറയും, കാണുമ്പോഴെങ്കിലും കാണാണ്ട് കുറ്റം. ഇതൊക്കെ നമ്മുടെ ശീലങ്ങൾ. അതൊക്കെ നമ്മുടെ കാലാകാലങ്ങളായി വന്നാൽ ഇതൊക്കെ മാറ്റാനും കഴിയില്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ സർക്കാർ ഒക്കെ ഇത് പൈസ കിട്ടുകയാണെങ്കിൽ അവര് ഗന്ധപ്പണിയും ചെയ്യും. അവരിപ്പോ എല്ലാവർക്കും അറിയാം കള്ളും പിന്നെ അതേമാതിരി ലോട്ടറിയൊക്കെ ഭയങ്കര തെറ്റാണെന്ന് അറിയാം. അവരതാണ് ഏറ്റവും വലിയ വരുമാന പദ്ധതി ഏറ്റെടുക്കുന്നത്. അവർ കുറച്ചു കാലം കഴിഞ്ഞ് ഭൂരിഭാഗം ആളിക്കെത്തിക്കഴിഞ്ഞാൽ അവർ ആ ബിസിനസ്സും തുടങ്ങും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇവരൊക്കെ വിചാരിച്ച് നടത്താനാവുള്ളൂ. 2 പോർട്ടിൽ നിന്നാണ് ഇത് കോടിക്കണക്കിന് സാധനങ്ങൾ വിദേശ രാജ്യം പലവിടെ നിന്നും വരുന്നത്. ഇവർക്ക് അത് പിടിക്കണമെങ്കിൽ സെക്കൻഡ് കൊണ്ട് പിടിക്കാൻ പറ്റും. ഇവർ പിടിക്കില്ല. ഇതിലൊക്കെ ഉയർന്ന രാഷ്ട്രീയക്കാരും വലിയ സമ്പന്നരാണ് അതിന്റെ പിന്നിലുള്ളത്. പിന്നെ ഇതിന് വലിയ ലോബി ഉണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം വളർന്നു വരുന്ന രാജ്യമാണ്. അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ള സ്വപ്നങ്ങളും കാണുന്നത്. പുതിയ തലമുറകളുടെ നശിപ്പിക്കുന്നു. അപ്പൊ എന്താവും? വളരില്ല. നമ്മ പറഞ്ഞ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തും കിട്ടും, കള്ള് കിട്ടും, വെള്ളം കിട്ടും, പൊന്നും കിട്ടും, അത് കിട്ടും, ഇത് കിട്ടും എന്നൊക്കെ പറയില്ലേ. വെള്ളമാതിരി ഒരു മോശം സാഹചര്യത്തിൽ കൊണ്ടുപോകാനാണ് നമ്മുടെ രാജ്യത്തിന് എത്തിക്കുന്നത്. അതിന് പല ലോബികളും പ്രവർത്തിക്കും. അത് നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ വലിയ പിന്നെ ഇതിന് ഗവൺമെന്റ് വിചാരിച്ച് നശിപ്പിക്കാനൊക്കെ നിർത്താനൊക്കെ കഴിയും. പക്ഷെ ഗവൺമെന്റ് വിചാരിക്കില്ല. എന്താ പറഞ്ഞാൽ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്ത് നമ്മുടെ പിന്നാലെ ആരും ഉണ്ടായില്ല. ഇതിന്റെ പിന്നാലെ ഒരു വിസിലടിച്ച 1000 ആൾ ഇതിന്റെ പിന്നാലെ ഉണ്ടാവും. രാഷ്ട്രീയക്കാരുണ്ടാവും, പോലീസ് ഉണ്ടാവും. ഒരു കെട്ടുകണക്കിന് വെച്ചു കൊടുക്കും. അതിന്റെ പിന്നാലെ നിൽക്കുള്ളൂ. അവര് വിചാരിച്ച ഒതുക്കാൻ കഴിയും. പിന്നെ ജനങ്ങൾ ആരും ഒന്നിച്ചു കെട്ടായി നിൽക്കണില്ല ഇപ്പൊ കുറെ ആയിട്ട്. പണ്ടൊക്കെ പറഞ്ഞ ഒരു ഗ്രാമത്തിൽ പറഞ്ഞ ഒരു തലവൻ പറഞ്ഞ അതിന്റെ അപ്പുറമൊന്നും അനങ്ങില്ല. നാട്ടിലെ പ്രമുഖർ പറഞ്ഞ ഒന്നും അനങ്ങില്ല. ഇന്ന് അങ്ങനെയല്ല. ചെറിയ കുട്ടി, ഇത്രയുള്ള കുട്ടി പറഞ്ഞ അവൻ പറഞ്ഞ നിയമം. ആരും അനുസരണയില്ല. എല്ലാവരും അവരൊരുക്കുള്ള വലിയ. പിന്നെ കുട്ടികളിനെ ആരും അച്ഛനമ്മമാരും ചീത്ത പറഞ്ഞ് വളർത്താറില്ല. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മക്കളാണ്, ഒരു മക്കൾ 2 മക്കളാണ്. പിന്നെ അവരും ചീത്ത പറഞ്ഞ് വളർത്താനുള്ള അധ്യാപകർക്കും ചീത്ത പറഞ്ഞ് വളർത്താൻ പറ്റില്ല. അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഇവരൊരു കുട്ടിയല്ലേ ഉള്ളൂ. പിന്നെ ഓമനിച്ച് വളർത്തുകയല്ലേ, പിന്നെ അങ്ങനെ നേരാവും. ഇവരെ ഒന്നും ചീത്ത പറയില്ലല്ലോ ഇവരിനെ. അങ്ങനെ വളർത്തുന്നതിന്റെ ഒക്കെ ദോഷം തന്നെയാണ്. നമ്മ ശിക്ഷിക്കേണ്ടവിടെ ശിക്ഷിക്കണം. ആക്കെ ടീച്ചർമാർക്കും അധ്യാപകർക്കും നല്ല അധികാരം കൊടുക്കണം വളർത്തിക്കൊണ്ടിരിക്കുമ്പോ. ഇത് അവരെന്തെങ്കിലും ചെയ്താൽ അവന് ചീത്ത പറയുന്നു. നിയമങ്ങളൊക്കെ അങ്ങനെയാണ്. പിന്നെ കൊല ചെയ്തവനിക്കും അക്രമം ചെയ്തവനിക്കും പോലീസ് പ്രൊട്ടക്ഷനും നിയമങ്ങളും. ഇപ്പൊ പരീക്ഷ എഴുതിയത് കണ്ടില്ലേ? പരീക്ഷ നോക്കി എഴുതി അവനിക്ക് 1 വർഷം പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇത് കുത്തിക്കൊന്നവനിക്കും ഇങ്ങനെ ചെയ്തവനിക്ക് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പരീക്ഷ. ഇതിനൊക്കെ പരീക്ഷ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? അപ്പൊ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളൊക്കെ വളരെ മോശം സംവിധാനങ്ങളാണ്. അതിനെ ഗുണ്ടായുസത്തിന് സപ്പോർട്ട് കൊടുക്കുക. ഗുണ്ടകളൊക്കെ രാഷ്ട്രീയക്കാരന്റെ ആളുകളാണ്. ഇപ്പൊ പാറ പൊട്ടിക്കല്, ഇതവിടെ അടുത്തന്നെ പാറ പൊട്ടിക്കുന്നുണ്ട്. ഇവരാണ് ടണ്ണ് കണക്കിന് ലോഡ് കൊണ്ടുപോയി റോഡിന് കെടുവരുത്തുന്നത്. കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ചെലവാക്കിയ റോഡിന് കെടുവരുത്തുന്നത്. നമ്മളെവിടെയെങ്കിലും എന്തെങ്കിലും കെടുവരുത്തി സമ്മതിക്കുമോ?
ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണ്ട, ലോഡ് കൊണ്ടുപോകുന്നതിന് അവർക്ക് കണക്കുണ്ട്. പക്ഷെ അതിന്റെ കൂടുതലാണ് കയറ്റിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത് പറഞ്ഞാൽ ഇവര് മാമൂല് എല്ലാവരും കൊടുക്കും. അപ്പൊ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും നിൽക്കും. എല്ലാ കമ്പനികൾക്കും അങ്ങനെ തന്നെയാണ്.